ഹലോ എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റംബൂട്ടാൻ കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോസ് ചെയ്തിരുന്നു. റംബൂട്ടാൻ കൊണ്ടുള്ള ഒരു അച്ചാറും അതുപോലെ തന്നെ റംബൂട്ടാൻ തേങ്ങ അരച്ചൊരു കറിയും. കണ്ടിട്ടില്ലാത്തവരതൊന്ന് കണ്ടു നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 2 വിഭവങ്ങളാണത്. അതേപോലെ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് റംബൂട്ടാൻ കൊണ്ടുള്ളൊരു വൈനാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുറഞ്ഞ ചേരുവകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റംബൂട്ടാൻ്റെ സീസൺ ആയിരുന്നു, വീട്ടിൽ ധാരാളം റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപയോഗിച്ച് റംബൂട്ടാൻ കൊണ്ട് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഒന്ന് ചെയ്തു നോക്കി. അതെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്കൊന്ന് എത്തിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ചക്ക മാങ്ങ ഇതിൻ്റെയൊക്കെ സീസൺ ആകുമ്പം കൂടുതലും നമ്മുടെ ഭക്ഷണത്തിൽ ഈ ചക്ക മാങ്ങ കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഞങ്ങൾ റംബൂട്ടാൻ വെച്ചൊന്ന് ചെയ്തു നോക്കി. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞങ്ങൾ വൈൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റംബൂട്ടാനൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്, എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ തോടൊന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന റംബൂട്ടാൻ്റെ എല്ലാം തോട് കളഞ്ഞ് അകത്തെ ആ മാംസളമായിട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. ഈ ഒരു വൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചേരുവകളാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള റംബൂട്ടാൻ്റെ എല്ലാം തോട് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടു. ഇത്രയും റംബൂട്ടാനാണ് ആകെ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ഭരണിയിലേക്കിടാം. എടുത്തു വെച്ചിട്ടുള്ള റംബൂട്ടാനെല്ലാം ഇതുപോലെ ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഈ ഒരു ഗ്ലാസ് നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഏലക്കായും കറുവപ്പട്ടയുമാണ്. കറുവപ്പട്ട ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക ഒരു 5-6 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇടുമ്പോൾ വീര്യം നന്നായിട്ട് ഇറങ്ങും. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഏലക്കയും കറുവപ്പട്ടയും നമുക്ക് ആ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വൈൻ തയ്യാറാക്കുമ്പം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ വൈൻ തയ്യാറാക്കാം. ഇപ്പം ഞങ്ങൾ ഈ ഒരു രീതിയിലാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റംബൂട്ടാനും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്ക കറുവപ്പട്ട ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭരണി ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ആ ഭരണിയുടെ മുകളിൽ കൂടി ഇതേപോലെ വെച്ച് നന്നായിട്ട് കെട്ടി മുറുക്കി വെക്കാം. എയർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി കെട്ടണം. ഇതിങ്ങനെ തന്നെ നമുക്കൊരു 20 ദിവസം വെക്കണം. ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ മുറുക്കി കെട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതൊരു 20 ദിവസം അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം. റംബൂട്ടാൻ കിട്ടുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ചെയ്തു വെക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം, അധികം ചേരുവകളൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.